പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടവിട്ട് മഴ പെയ്തെങ്കിലും അതിശക്തമായ മഴ എവിടെയും ഉണ്ടായിട്ടില്ല. വനമേഖലയിലും റാന്നി നഗരത്തിൽ നിന്നും ഏതാണ്ട് വെള്ളക്കെട്ട് നീങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും സുനിൽ ഇലന്തൂർ ചേരുന്നുണ്ട്. സുനിൽ, കേൾക്കുന്നുണ്ടോ? ജീന, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി പത്തനംതിട്ട ജില്ലയിൽ പെയ്ത അതിശക്തമായ മഴയ്ക്ക് കഴിഞ്ഞ രാത്രിയോടെ ഏതാണ്ട് ശമനമായിട്ടുണ്ട്. പ്രളയം ഏറ്റവും ആദ്യം ജില്ലയിൽ ബാധിച്ച റാന്നിയിൽ വെള്ളക്കെട്ട് ഏതാണ്ട് പൂർണ്ണമായും ഒഴിവായിട്ടുണ്ട്. ആറന്മുളയിലും വെള്ളക്കെട്ടിന് നേരിയ ശമനം വന്നിട്ടുണ്ട്. എന്നാൽ തിരുവല്ല, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ മഴ ശക്തമായാൽ 1-2 ദിവസം കൊണ്ടാണ് പെയ്ത്തുവെള്ളം അപ്പർ കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ കിഴക്കൻ വനമേഖലകളിൽ അടക്കം പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് പെയ്ത വെള്ളം ഇപ്പോൾ തിരുവല്ലയിലും ചെങ്ങന്നൂർ ഭാഗത്തേക്കും ഒഴുകിയെത്തുന്നതാണ് ജലനിരപ്പ് ഉയരാൻ കാരണമെന്നാണ് കരുതുന്നത്. 2 ദിവസങ്ങളിൽ ജില്ലയിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത് തുടരുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ 100 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3500-ലധികം ആളുകളാണ് നിലവിലുള്ളത്. ജില്ലയിൽ ഇന്നും യെല്ലോ അലർട്ട് ആണ് നിലവിലുള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിനാലും പ്രളയ ഭീഷണി നിലനിൽക്കുന്നതിനാലും ജില്ലയിലെ അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് പ്രളയബാധിത പ്രദേശങ്ങളായ ആറന്മുള, റാന്നി ഇവിടങ്ങളിൽ സന്ദർശനം നടത്തി സ്ഥിതി വിലയിരുത്തും. മന്ത്രി പി.സി. വിശ്വനാഥ് ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, റവന്യൂ മന്ത്രി എ. പി. അനിൽകുമാർ എന്നിവർ ജില്ലയിലെത്തിയിരുന്നു. ഇന്ന് പകലും ശക്തമായി മഴ പെയ്തില്ലെങ്കിൽ ആറന്മുളയിൽ അടക്കമുള്ള സ്ഥലങ്ങളിലെ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ ശമനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലെ പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് ഏതാണ്ട് സുരക്ഷിതമാണ്. ജില്ലയിലെ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ഏറ്റവും വലിയ 2ാമത്തെ ഡാമുമായ കക്കി ഡാമിൽ ജലനിരപ്പ് സംഭരണ ശേഷിയുടെ 48.18% മാത്രമാണുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഉണ്ടായിരുന്ന ജലനിരപ്പിനേക്കാൾ ഏറെ താഴ്ന്ന നിലയിലാണ് ഇവിടെ ജലനിരപ്പുള്ളത്. ശബരിഗിരി പദ്ധതിയിലെ മറ്റൊരു പ്രധാന ഡാമായ പമ്പ ഡാമിൽ ആകെ സംഭരണ ശേഷിയുടെ 42% വെള്ളമാണുള്ളത്. ശബരിഗിരിയിൽ ഉൾപ്പെട്ട താരതമ്യേന ചെറു ഡാമായ മൂഴിയാർ ഡാമിലെ ഇന്നലെ രാത്രി 10 ലഭ്യമായ കണക്കനുസരിച്ച് 37.50% വെള്ളമാണുള്ളത്. ചെറിയ ജലസംഭരണി ആയതിനാൽ തന്നെ മൂഴിയാർ ഡാം സംഭരണിയുടെ ജലനിരപ്പിൽ വേഗത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇന്നലെ പുലർച്ചെ മൂഴിയാർ ഡാമിൽ ജലനിരപ്പ് റെഡ് അലർട്ടിൽ എത്തുകയും ഡാമിന്റെ 2ാമത്തെ ഷട്ടർ ആദ്യം 15 സെന്റിമീറ്റർ തുറന്ന് അധിക ജലം പുറത്തേക്ക് ഒഴുകുകയുമായിരുന്നു. പിന്നീട് ഇത് 10 സെന്റിമീറ്ററായി കുറച്ചു. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ ചെറിയ അളവിൽ തുറന്നത് പമ്പയിലെ ജലനിരപ്പിനെ കാര്യമായി സ്വാധീനിച്ചിട്ടില്ല. മറ്റൊരു ചെറുഡാമായ മണിയാർ ഡാമിന്റെ ഷട്ടറുകളും അറ്റകുറ്റപ്പണികൾക്കായി 1 വർഷത്തിലേറെയായി തുറന്നിട്ടിരിക്കുകയാണ്. മണിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന നിലയിലായത് വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിച്ചതായി റാന്നി എം.എൽ.എ. അഡ്വക്കേറ്റ് പഴകുളം മധു കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി റാന്നിയിലെത്തുമ്പോൾ തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളെപ്പറ്റി മുഖ്യമന്ത്രിയെ നേരിൽ ബോധ്യപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് റാന്നിയിലെ വ്യാപാരി സമൂഹവും. നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ ആശങ്കാജനകമായ സാഹചര്യങ്ങളൊന്നും നിലവിലില്ല. ജീന, ശരി. പത്തനംതിട്ടയ്ക്ക് നേരിയ ആശ്വാസം എന്ന് തന്നെ പറയാം. മഴയുടെ ശക്തി കുറഞ്ഞിരിക്കുന്നു. അതേസമയം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുനിൽ ഇലന്തൂറാണ് വിവരങ്ങൾ നൽകിയത്.